ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലെ നമ്മുടെ അല്പനേരത്തെ വചനചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇന്ത്യ ഭരിച്ചിരുന്ന പ്രമുഖ മുഗൾ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു അക്ബർ. നായാട്ട് അദ്ദേഹത്തിന് ഒരു വിനോദമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ പരിചാരകരൊത്ത് നായാട്ടിന് പോയി. കാട് മുഴുവൻ തിരഞ്ഞിട്ടും ഒരു മൃഗത്തെ പോലും അവർക്ക് കിട്ടിയില്ല. അനേകം മൈൽ യാത്ര ചെയ്തതിനാൽ ക്ഷീണവും ദാഹവും അവരെ വല്ലാതെ തളർത്തി. അല്പം വെള്ളത്തിനായി അവർ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ആ ഗ്രാമത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു ആൺകുട്ടി അവർക്ക് കുളത്തിൽ നിന്നും വെള്ളം കോരിക്കൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അക്ബർ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? തൻ്റെ പേര് പറയാതെ ഒരു മറുചോദ്യം കുട്ടി ചോദിച്ചു. ഈ ചോദ്യം ചക്രവർത്തി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവം തെളിഞ്ഞു. അദ്ദേഹം കോപത്തോടെ പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അപ്പോഴും കുട്ടിക്ക് യാതൊരു ഭയവും തോന്നിയില്ല. അവൻ ഒരു ചോദ്യം കൂടി ചക്രവർത്തിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഗ്രാമത്തിലെ ബ്രാഹ്മണ പുരോഹിതനെ അറിയാമോ? ഇല്ല എന്ന് ചക്രവർത്തി ഉത്തരം കൊടുത്തു. ഇതേ ഉത്തരം തന്നെയാണ് തനിക്കും പറയാനുള്ളതെന്ന് കുട്ടി ഒട്ടും കൂസാതെ പറഞ്ഞു. കുട്ടിയുടെ ഈ ധീരത ചക്രവർത്തിയെ അത്ഭുതപ്പെടുത്തി. കോപമെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് നീങ്ങി. അദ്ദേഹം തൻ്റെ വിരലിൽ കിടന്ന മോതിരമൂരി കുട്ടിക്ക് കൊടുത്തു. അക്ബർ അവൻ്റെ ധീരതയെ പ്രശംസിച്ചു. പ്രായമാകുമ്പോൾ ഡൽഹിയിലെ തൻ്റെ കൊട്ടാരത്തിൽ വരണമെന്നും പറഞ്ഞു. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി അക്ബറിൻ്റെ മന്ത്രിമാരിൽ പ്രമുഖനായി തീർന്നു. അവനായിരുന്നു ബീർബൽ എന്ന ബുദ്ധിമാനായ അക്ബറിൻ്റെ മന്ത്രി. ധീരതയുള്ളവർക്കേ ജീവിതത്തിൽ വിജയങ്ങൾ നേടി വലിയ സ്ഥാനങ്ങളിൽ എത്തുവാൻ സാധിക്കൂ. ചെറുപ്പത്തിൽ കാണുന്ന ധീരതയാണ് വളർന്നാലും കാണുക. നാം എന്തിനു മറ്റുള്ളവരെ ഭയപ്പെടണം? നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല. ചങ്കൂറ്റത്തോടെ അവയെ അഭിമുഖീകരിക്കുക. പരാജയം വന്ന് ഭവിച്ചാലും അതിൽ മനം നോവാതിരിക്കുക. റോബർട്ട് കെന്നഡി പറയുന്നത്, ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി ചെയ്യുക. അതിൻ്റെ ഫലം എന്തുമാകട്ടെ, ജീവിതത്തിൽ ധൈര്യമാണ് മുഖ്യ ഘടകം. നമ്മുടെ ജീവിതം ഭയത്തിനും പരാജയത്തിനുമുള്ളതല്ല, ധീരതയ്ക്കും വിജയത്തിനും ഉള്ളതാണ്. അതാണ് നാം ഇന്ന് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. ഈ ധീരതയും വിജയവും ജീവിതം മുഴുവൻ നാം നേടണം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയത്തിൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത ഒരു ധീര വനിതയായിരുന്നു. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മരിക്കാൻ അവർ എപ്പോഴും തയ്യാറായിരുന്നു. ശത്രുക്കൾ അവരെ നശിപ്പിക്കാനായി പഴുതുകൾ തേടിയപ്പോഴും അവർ നിർഭയമായി നിലകൊണ്ടു. 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് അവർ മരണമടഞ്ഞു. മരണത്തിന് 14 മണിക്കൂറുകൾക്ക് മുൻപ് ഒറീസയിൽ ഒരു പൊതുയോഗത്തിൽ വെച്ച് അവർ പ്രസംഗിച്ചു. രാജ്യസേവനത്തിനിടയിൽ മരിച്ചു വീഴേണ്ടി വന്നാലും അതിൽ പരം അഭിമാനകരമായി എനിക്ക് മറ്റൊന്നുമില്ല. എൻ്റെ ഓരോ തുള്ളി രക്തവും എൻ്റെ രാജ്യത്തിന് വേണ്ടി അർപ്പിക്കുന്നതിൽ എനിക്ക് യാതൊരു ഭയവുമില്ല. ഭയത്തിൻ്റെയും നിരാശയുടെയും ചങ്ങലകൾ നാം പൊട്ടിച്ചെറിയണം. അപ്പോൾ ജീവിതം ആകർഷകമായി നമുക്ക് അനുഭവപ്പെടും. ആപത്ത് കാണാതിരിക്കലല്ല, അവ കണ്ട് വിജയപൂർവ്വം തരണം ചെയ്യുന്നതിലാണ് ധീരത അടങ്ങിയിരിക്കുന്നത് എന്ന് റിച്ചറിൻ്റെ വാക്കുകൾ ജീവിതത്തിൽ നമുക്ക് ആവേശവും ഉണർവും തരുവാൻ പര്യാപ്തമാണ്. പ്രിയമുള്ളവരെ, യേശു നമ്മുടെ സ്നേഹിതനായി നമ്മോടൊപ്പമുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. യേശു പരാജയങ്ങളെയും വേദനകളെയും ഏറ്റെടുത്തു. അവൻ നമുക്ക് ധീരതയും സന്തോഷവും തന്നിരിക്കുന്നു. പൗലോസ്ലീഹ റോമർക്ക് എഴുതിയായിട്ടുള്ള ലേഖനത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടതുപോലെ ഭയത്തിലേക്ക് വീണ്ടും നമ്മെ വീഴ്ത്തുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, മറിച്ച് നമ്മെ മക്കളാക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കർത്താവെ, യഥാർത്ഥമായ സ്വാതന്ത്ര്യം അവിടുന്ന് ഞങ്ങൾക്ക് പാപത്തിൽ നിന്നും നേടിത്തന്നതായ ആ വലിയ മഹത്വത്തെ ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ തടവിൻ്റെ അനുഭവം വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നൽകിത്തരുന്നത് ഞങ്ങളുടെ കർത്താവാണെന്നുള്ള വലിയ ബോധ്യത്തിൽ കർത്താവെ ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ആവശ്യമായ ശക്തിയും ബലവും ഞങ്ങളെ സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.